ഹായ് നമസ്കാരം, ദാസനാണ് തൃശ്ശൂരിൽ നിന്ന്. അപ്പോൾ ഓൾ ഇന്ത്യ തള്ളുവണ്ടി തള്ളൽ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് സഞ്ജു ലാലേട്ടനാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. ദാസേട്ടനല്ല, സഞ്ജു ലാലേട്ടൻ. അപ്പോൾ മോഹൻലാലിൻ്റെ എമ്പുരാൻ എന്ന സിനിമ റിലീസ് ചെയ്യാൻ പോവാണ്. മാർച്ച് 27 മോഹൻലാലിൻ്റെ എമ്പുരാൻ എന്ന സിനിമ റിലീസ് ചെയ്യാണ്. അത് മുഴുവനായിട്ട് നോക്കുകയാണെങ്കിൽ മോഹൻലാൽ മാത്രമാണ് സുഹൃത്തുക്കളെ അതിലെ നായകൻ. അതൊരു മൾട്ടി സ്റ്റാർ ചിത്രമല്ല എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഈ സിനിമയിൽ പൃഥ്വിരാജ്, മലയാള സിനിമയിലെ എണ്ണം പറഞ്ഞ നടൻ, സൂപ്പർ സ്റ്റാറായിട്ടുള്ള പൃഥ്വിരാജ് ഉണ്ട്. ആ പൃഥ്വിരാജ് തന്നെയാണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ തുല്യ പ്രാധാന്യത്തോടെ റോളിൽ പൃഥ്വിരാജ് ഉണ്ട്. അതേപോലെ തന്നെ മറ്റൊരു സൂപ്പർ സ്റ്റാർ കൂടിയായിട്ടുള്ള, അല്ലെങ്കിൽ സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്ന, മലയാള സിനിമയിലെ കോടികൾ, സ്വന്തം സിനിമയിലൂടെ കോടികൾ കിട്ടിയിട്ടുള്ള ടോവിനോ തോമസ് ഈ സിനിമയിലുണ്ട്. പക്ഷേ ഈ സിനിമയിൽ ടോവിനോ തോമസ് ഉണ്ടെങ്കിലും ഈ സിനിമ ഒരു മൾട്ടി സ്റ്റാർ ചിത്രമല്ല എന്നാണ് ഞങ്ങൾ പറയുന്നത്. അതുപോലെ തന്നെ ഇന്ദ്രജിത്ത് ഉണ്ട്. അതുപോലെ ഈ സിനിമയിൽ കോടികൾ ചിലവാക്കിയിട്ട്, ഞങ്ങൾ ലക്ഷങ്ങളും കോടികൾ ചിലവാക്കിയിട്ട് പല പല നടന്മാരെയും ഇറക്കുമതി ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ സിനിമ ഒരിക്കലും മൾട്ടി സ്റ്റാർ ചിത്രമല്ല. ഇത് ലാലേട്ടൻ സിനിമ മാത്രമാണ്. അതാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതൊരു ലാലേട്ടൻ സിനിമയാണ്. ഈ സിനിമയ്ക്ക് ഏകദേശം 100 കോടി മാത്രമേ ചിലവുള്ളൂ എന്ന് ഞങ്ങളിപ്പോൾ പറയും. ചില സമയത്ത് ഞങ്ങൾ 250 കോടി ആണ് ഈ സിനിമയുടെ ചിലവെന്ന് പറയും. ചിലപ്പോൾ 300 എന്ന് പറയും. സിനിമ വന്നതിന് ശേഷം ഞങ്ങൾ ഈ സിനിമയ്ക്ക് 50 കോടി മാത്രമേ ചിലവുള്ളൂ എന്ന് പറയും. ഇപ്പോൾ തന്നെ ഏകദേശം 50 കോടിയോളം രൂപയ്ക്ക് ഈ സിനിമ ഞങ്ങൾ OTTയും സാറ്റലൈറ്റൊക്കെ ആയിട്ട് വിറ്റ് കഴിഞ്ഞു. അപ്പോൾ അതാണ് കാര്യം. അപ്പോൾ ഈ സിനിമ എമ്പുരാൻ എന്ന സിനിമ മലയാള സിനിമ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ഹിറ്റാവാൻ പോകുന്ന സിനിമയാണ്. മാത്രമല്ല ഏറ്റവും കൂടുതൽ തിയേറ്ററുകളിൽ റിലീസ് ചെയ്യാൻ പോകുന്ന സിനിമയാണ്. കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ മാത്രമല്ല, വേൾഡ് മുഴുവൻ ഈ സിനിമ ഞങ്ങൾ റിലീസ് ചെയ്യാണ്. അപ്പോൾ മാത്രമല്ല, ഇത് ലൈക്ക എന്ന ഇന്ത്യയിൽ തന്നെ പ്രശസ്തമായിട്ടുള്ള ഒരു പ്രൊഡ്യൂസർ കമ്പനി കൂടെ നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരിക്കലും പേടിക്കാനില്ല. കാരണം എമ്പുരാൻ എന്ന സിനിമ ഇപ്പോൾ തന്നെ ഏകദേശം ഇറക്കിയ പൈസയോടെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടിയിരിക്കുകയാണ്. കാരണം എന്താണെങ്കിൽ കോടിക്കണക്കിന് രൂപയാണ് ഓരോരുത്തർ കൊണ്ട് തള്ളുന്നത്. എന്താ ചെയ്യുക? മാർച്ച് 27 ഈ സിനിമ റിലീസ് ചെയ്യുന്ന സമയത്ത് അന്ന് തന്നെ ഏകദേശം ഒരു 10-30 കോടി രൂപയെങ്കിലും കളക്ഷൻ, മിനിമം കളക്ഷൻ ഒരാഴ്ച കൊണ്ട്, അല്ലെങ്കിൽ 10 ദിവസം കൊണ്ട്, 15 ദിവസം കൊണ്ട് തന്നെ ഏകദേശം 250 കോടി അല്ലെങ്കിൽ 500 കോടിയെങ്കിലും ഈ സിനിമ കളക്ട് ചെയ്യുമെന്നാണ് ഞങ്ങളുടെ കാൽക്കുലേഷൻ. അപ്പോൾ എന്തായാലും ഈ സിനിമ വമ്പം വിജയമാകും. പക്ഷേ മമ്മൂക്കയുടെ സിനിമകൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മമ്മൂക്കയുടെ പുതിയ സിനിമ മഹേഷ് നാരായണൻ്റെ സിനിമ MN എന്നൊക്കെ പറയുന്ന സിനിമയുണ്ടല്ലോ, അതൊക്കെ ആ സിനിമയ്ക്ക് മൾട്ടി സ്റ്റാർ ചിത്രമാണ്. കാരണം എന്താണെങ്കിൽ മോഹൻലാൽ മമ്മൂക്കയുടെ അത്ര തന്നെ റോളിൽ ആ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. അതൊരു മൾട്ടി സ്റ്റാർ ചിത്രമാണ്. പക്ഷേ ഈ സിനിമ എമ്പുരാൻ ഒരിക്കലും മൾട്ടി സ്റ്റാർ ചിത്രമല്ല. ഇതിൽ നായകൻ ലാലേട്ടൻ തന്നെയാണ്. പൃഥ്വിരാജ്, അതുപോലെ തന്നെ ടോവിനോ തോമസ് ഇവരൊക്കെ ജസ്റ്റ് വന്ന് പോകുന്നത് മാത്രം. പിന്നെ ഞങ്ങൾ കുറേ ആളുകളെയും കൂടി ഇറക്കിയിട്ടുണ്ട്. അവരൊക്കെ ചെറിയ ചെറിയ റോളിൽ മാത്രം. പക്ഷേ ലാലേട്ടൻ തന്നെയാണ് സിനിമയുടെ എല്ലാം. അപ്പോൾ എന്തായാലും ഷുവർ ഹിറ്റായിട്ടുള്ള ഏകദേശം ഒരു 1000 കോടി അടിക്കാൻ പോകുന്ന എമ്പുരാൻ എന്ന സിനിമയ്ക്ക് എല്ലാവരുടെയും പിന്തുണ വേണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ലാലേട്ടൻ, ദാസേട്ടൻ, തൃശ്ശൂർ. ഓക്കെ.